നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മൊബൈലിൽ വിളിച്ച് വൺ ടൈം പാസ്വേഡ് ചോദിച്ച് തട്ടിപ്പ് വീണ്ടും. ഇത്തവണ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിൽ നിന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മലയാളി യുവാവിന്റെ ബാങ്കിലെ പണം മുഴുവൻ കവർന്നത്. അൽക്കോബാർ അക്രബിയയിൽ താമസിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ സിയാമാണ് തട്ടിപ്പിനിരയായത്. കേരളത്തിൽ നിന്ന് ജോലിക്കായി സൗദിയിലെത്തിയിട്ട് അധിക ദിവസമായില്ല. അതിന്റെ പരിചയക്കുറവും സിയാമിന് വിനയായി. MOIയിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വളരെ ആധികാരികമായി അറബിയിലും ഇംഗ്ലീഷിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ തട്ടിപ്പാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും കരുതിയില്ല എന്നാണ് സിയാം പറയുന്നത്. തന്റെ ബ്രിട്ടീഷ് ബാങ്കിലെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും അബ്ഷീർ ആപ്പിൽ ഓൺലൈനായി പെട്ടെന്ന് ചെയ്യാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഫോൺ വിളിച്ചയാൾ ആദ്യം ചെയ്തത്. തുടർന്ന് ഇവരെ ഇഖാമ നമ്പറും പാസ്പോർട്ട് നമ്പറും മറ്റും ഇങ്ങോട്ട് പറയുകയും ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ ഒന്നും ചോദിക്കാതിരിക്കുകയും കൂടി ചെയ്തപ്പോൾ പൂർണ്ണമായും വിശ്വസിച്ചു. 15 മിനിറ്റോളം സംസാരിച്ച ആൾ ഇപ്പോൾ മൊബൈലിൽ ഒരു മെസ്സേജ് വരും, അതിലുള്ള OTP നമ്പർ എത്രയാണെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അറബിയിൽ വന്ന മെസ്സേജിലുള്ള OTP യുവാവ് നൽകുകയും ചെയ്തു. 3 മിനിറ്റകം യുവാവിന്റെ മൊബൈലിലെ സിം പ്രവർത്തനരഹിതമായി. സംശയം തോന്നിയതിനാൽ ഉടൻ തന്നെ ബാങ്കിൽ പോയി വിവരം പറഞ്ഞപ്പോൾ തന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തന്റെ തന്നെ കാർഡ് ട്രാൻസ്ഫർ വഴി പിൻവലിച്ചതായാണ് കണ്ടത്. അതുകൊണ്ട് ആരാണ് പണം പിൻവലിച്ചതെന്ന് ബാങ്കിന് അറിയാൻ സാധിക്കില്ല എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. തുടർന്ന് മൊബൈലി ഓഫീസിൽ ചെന്നപ്പോൾ ഈ നമ്പർ വേറെയാൾ ഉപയോഗിച്ചതായും അതിലൂടെ ലഭിച്ച OTP വഴിയാണ് ബാങ്കിലുള്ള പണം തട്ടിയതെന്നും മനസ്സിലായി. അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നിരിക്കെ ആരാണ് തന്റെ മൊബൈൽ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെന്ന് മൊബൈൽ അധികൃതരും കൈമലർത്തിയിരിക്കുകയാണ്. അക്കൗണ്ടിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടതോടെ മറ്റ് മലയാളികളുടെ സഹായത്തിൽ കഴിയാൻ നിർബന്ധിതനായിരിക്കുകയാണ് സിയാം. യുവാവിന്റെ ഇതേ നമ്പർ ഉപയോഗിച്ച് പലരെയും തട്ടിപ്പ് സംഘം വിളിച്ചതായി സംശയിക്കുന്നുണ്ട്. സിം വൈകിട്ടോടെ തിരിച്ചെടുത്തുവെങ്കിലും തന്റെ നമ്പർ ദുരുപയോഗം ചെയ്തതിനാൽ പിന്നീട് നിയമപ്രശ്നമാവാതിരിക്കാൻ യുവാവ് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ബാങ്കിൽ നിന്നോ അബ്ഷീറിൽ നിന്നോ OTP ചോദിച്ചുകൊണ്ട് ആരും വിളിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും സൗദിയിൽ പുതുതായി എത്തിയതിന്റെ പരിചയക്കുറവാണ് തട്ടിപ്പിനിരയാവാൻ കാരണമായത്. അടുത്ത മാസം ഒരു വലിയ തുക ബാങ്കിൽ വരാനിരിക്കെ 1800 റിയാൽ മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്ന ആശ്വാസത്തിലാണ് യുവാവ്. ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ചയും ഇതേ രീതിയിൽ തന്നെയുള്ള തട്ടിപ്പ് സൗദിയിൽ നടന്നിരുന്നു. അതും OTP ആവശ്യപ്പെട്ട് OTP നൽകിയതിനു ശേഷമാണ് തട്ടിപ്പ് നടന്നത്. ഇത്തരം ചതികളിൽ വീണ്ടും പെടാതിരിക്കാൻ പ്രവാസികളോട് അഭ്യർത്ഥിക്കുന്നു.